നമസ്കാരം. അതിവേഗ വാർത്തകൾ ആരംഭിക്കുന്നു. ഒരു മാസം പിന്നിട്ട് ആശാവർക്കർമാരുടെ രാപ്പകൽ സമരം. ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിക്കാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന ആശമാർ. മാർച്ച് 17 സെക്രട്ടേറിയറ്റ് ഉപരോധിക്കും. ആശമാർക്ക് പിന്തുണയുമായി UDF MP-മാർ ഇന്ന് പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിക്കും. വയനാട് പുനരധിവാസത്തിലെ പ്രതിസന്ധികൾ നിയമസഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകും. ആശാവർക്കർമാരുടെ സമരവും പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കും. UDF ഘടകകക്ഷികളുമായുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നടത്തുന്ന കൂടിക്കാഴ്ച തുടരുന്നു. മുസ്ലിം ലീഗ് RSP നേതാക്കളെ ദീപാദാസ് മുൻഷി നേരിൽ കാണും. സ്ഥാനാർത്ഥി നിർണയവും സീറ്റ് വിഭജനവും നേരത്തെയാക്കണമെന്ന് ഘടകകക്ഷി നേതാക്കൾ. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ പ്രതി അഫാനുമായുള്ള തെളിവെടുപ്പ് പുരോഗമിക്കുന്നു. ലത്തീഫിന്റെയും ഭാര്യ സജിദ ബീവിയുടെയും കൊലപാതകങ്ങളിൽ വിശദമായി ചോദ്യം ചെയ്തു. ആരോഗ്യനില മെച്ചപ്പെട്ട ഉമ്മ ഷമിയെ മുറിയിലേക്ക് മാറ്റി. ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് അതീവ ജാഗ്രതാ മുന്നറിയിപ്പ്. ഇന്ന് രാവിലെ 10 മുതൽ 3 വരെ വെയിലേൽക്കുന്നത് ഒഴിവാക്കണമെന്ന മുന്നറിയിപ്പ്. ഉയർന്ന തോതിൽ അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിൽ ഏൽക്കുന്നത് സൂര്യതാപത്തിനും സാരമായ പൊള്ളലിനും കാരണമാണ്. പരന്തംപാറ ഭൂമി കയ്യേറ്റത്തിൽ അന്വേഷണത്തിനായി 15-അംഗ റവന്യൂ സംഘം. അന്വേഷണത്തിന്റെ പുരോഗതി ദിവസേന ജില്ലാ കളക്ടർ അവലോകനം ചെയ്യും. സ്ഥലത്ത് പോലീസ് പിക്കറ്റ് ആരംഭിക്കുവാൻ പോലീസ് മേധാവിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. പരന്തംപാറയിലെ ഭൂമി വേരിഫിക്കേഷൻ നടത്തി ഒരാഴ്ചക്കകം റിപ്പോർട്ട് നൽകണം. ഇടുക്കി ജില്ലയിലെ സമാന എല്ലാ കേസുകളിലും ഈ നടപടി വ്യാപിപ്പിക്കുവാനും മന്ത്രി വിളിച്ച ഉന്നത തലയോഗത്തിൽ തീരുമാനം. ശബരിമലയിൽ 18-ാം പടി കയറിയാൽ ഉടൻ അയ്യപ്പനെ കാണാനുള്ള സംവിധാനം നടപ്പാക്കുന്നു. മീനമാസ പൂജയ്ക്കായി നട തുറക്കുന്നതോടെ പുതിയ സംവിധാനം നിലവിൽ വരും. പടി കയറി ഇടത്തേക്കു തിരിഞ്ഞ് ഫ്ലൈ ഓവറിൽ ക്യൂ നിന്ന് സോപാനത്തെത്തുന്ന സംവിധാനമാണ്. തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് PS പ്രസാദ് പറഞ്ഞു. ഇതോടെ ചുരുങ്ങിയത് 25 സെക്കൻഡ് വരെ അയ്യപ്പ ദർശനത്തിന് കഴിയുമെന്ന് ദേവസ്വം പ്രസിഡന്റ് പറഞ്ഞു. പുതിയ രീതി വിജയിച്ചാൽ ഇനി മുതൽ ദർശനം അങ്ങനെയായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തൃശൂർ ചേലക്കര കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി വിവേചന വിവാദം ക്ഷേത്രവിശ്വാസികളെ ഭിന്നിപ്പിക്കാനുള്ള പ്രചാരണമാണെന്ന് തന്ത്രി പ്രതിനിധി നെടുമ്പള്ളി തരണനെല്ലൂർ ഗോവിന്ദൻ നമ്പൂതിരിപ്പാട്. ദേവസ്വം ചട്ടങ്ങൾ മറികടന്നാണ് കഴകം നിയമനം. കാരായ്മ വ്യവസ്ഥയെ ലംഘിച്ചുകൊണ്ട് നടത്തിയ നിയമനമാണ് ഇപ്പോഴത്തേത്. ജാതി വ്യവസ്ഥയിലെ വിവേചനമല്ല കൂടൽമാണിക്യം ക്ഷേത്രത്തിലുള്ളതെന്നും നെടുമ്പള്ളി തരണനെല്ലൂർ ഗോവിന്ദൻ നമ്പൂതിരിപ്പാട് വ്യക്തമാക്കി. എറണാകുളം പെരുമ്പാവൂരിൽ വ്യാജ ആധാർ നിർമ്മാണ കേന്ദ്രം കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണവുമായി കേന്ദ്ര ഏജൻസികൾ. ഇന്നലെ തിരുവനന്തപുരത്ത് നിന്ന് പിടികൂടിയ 4 ബംഗ്ലാദേശികളുടെ കയ്യിലും വ്യാജ ആധാറുകൾ. വിവരശേഖരണവുമായി NIA-യും ബംഗ്ലാദേശിൽ നിന്നുള്ളവർക്കടക്കം ഇവിടെ നിന്നാണ് വ്യാജരേഖകൾ നിർമ്മിച്ചിരുന്നതെന്നാണ് കണ്ടെത്തൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മൗറീഷ്യസിലെത്തും. മൗറീഷ്യസ് ദിനാഘോഷത്തിൽ മുഖ്യാതിഥിയാകും. പ്രതിരോധം, വ്യാപാരം, സമുദ്ര സുരക്ഷാ മേഖലയിൽ മൗറീഷ്യസുമായി കരാറുണ്ട്. ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള മൈക്രോ ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോമായ X ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ പണിമുടക്കിയതായി റിപ്പോർട്ട്. US, ഇന്ത്യ, ഓസ്ട്രേലിയ, കാനഡ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന രാജ്യങ്ങളിലാണ് തിങ്കളാഴ്ച പലവട്ടം തടസ്സം നേരിട്ടത്. ഇന്ത്യയിലെ ആയിരക്കണക്കിന് ഉപഭോക്താക്കളാണ് പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ശ്വാസകോശ അണുബാധയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയെന്ന് വത്തിക്കാൻ. ചികിത്സകളോട് മാർപ്പാപ്പ നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. അപകടാവസ്ഥ തരണം ചെയ്തെന്നും ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുമെന്നും വത്തിക്കാൻ അറിയിച്ചു. സിറിയയിൽ ആരംഭിച്ച സൈനിക നടപടി അവസാനിപ്പിച്ചതായി പ്രതിരോധ മന്ത്രാലയം. പുറത്താക്കപ്പെട്ട പ്രസിഡന്റ് ബഷാർ അൽ അസദിന്റെ അനുയായികൾ അക്രമാസക്തമായതോടെയാണ് പ്രക്ഷോഭം ആരംഭിച്ചത്. സംഘർഷത്തിൽ 1130-ലേറെ പേർ കൊല്ലപ്പെട്ടു. പ്രതികാരക്കൊലയാണ് നടന്നതെന്ന് ആരോപണം. 9 മാസമായി രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ വംശജയായ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസ്, സഹയാത്രികൻ ബുച്ച് വിൽമോർ എന്നിവർ ഈ മാസം 16 ഭൂമിയിലേക്ക് മടങ്ങും. ഇക്കാര്യം നാസ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. സ്പേസ് എക്സിന്റെ ക്രൂ 9 മിഷനിലാണ് ഇരുവരും മടങ്ങുന്നത്.
വീണ്ടും വിവാദ പ്രസംഗവുമായി PC ജോർജ്. കേരളത്തിൽ ലവ് ജിഹാദ് വർദ്ധിക്കുകയാണ്. മീനച്ചിൽ താലൂക്കിൽ മാത്രം 400ഓളം പെൺകുട്ടികളെ ലവ് ജിഹാദിലൂടെ നഷ്ടപ്പെട്ടുവെന്ന് PC ജോർജ്. ക്രിസ്ത്യാനികൾ 24 വയസ്സിന് മുൻപ് പെൺകുട്ടികളെ വിവാഹം കഴിപ്പിക്കാൻ തയ്യാറാകണമെന്നും PC ജോർജ് പറഞ്ഞു. SDPIക്കെതിരെ കടുത്ത നടപടികൾക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തയ്യാറെടുക്കുന്നുവെന്ന് വിവരം. SDPI ഓഫീസുകളിൽ നടത്തിയ റെയ്ഡിൽ ഡിജിറ്റൽ ഉപകരണങ്ങൾ അടക്കം ED പിടിച്ചെടുത്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന സൂചനയും ED നൽകുന്നുണ്ട്. SDPIയുടെ പല നേതാക്കളും NIAയുടെ നിരീക്ഷണത്തിലാണെന്നും വിവരമുണ്ട്. ഓട്ടോറിക്ഷകളിൽ മീറ്റർ ഇട്ടില്ലെങ്കിൽ പണം നൽകേണ്ടതില്ലെന്ന സ്റ്റിക്കർ പതിക്കാനുള്ള ഉത്തരവ് പിൻവലിക്കും. പ്രായോഗിക ബുദ്ധിമുട്ടുകൾ സംയുക്ത ഓട്ടോ തൊഴിലാളി യൂണിയൻ നേതാക്കൾ ഗതാഗത മന്ത്രിയെ അറിയിച്ചു. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകണമെങ്കിൽ സ്റ്റിക്കർ നിർബന്ധമാക്കാനായിരുന്നു മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം. ഉത്തരവ് പിൻവലിക്കാൻ തീരുമാനിച്ചതോടെ ഓട്ടോ തൊഴിലാളികൾ നടത്താനിരുന്ന പണിമുടക്ക് പിൻവലിക്കണമെന്ന് അറിയിച്ചു. തിരുവനന്തപുരം മൃഗശാലയിലെ മ്ലാവിന് പേവിഷബാധ സ്ഥിരീകരിച്ചു. മൃഗശാലയിൽ ഞായറാഴ്ച ചത്ത മ്ലാവ് വർഗത്തിൽപ്പെടുന്ന സാമ്പാർ ഡിയറിനാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത്. പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്ക് ശേഷം നടത്തിയ വിശദ പരിശോധനയിലാണ് മ്ലാവിന് പേവിഷബാധ സ്ഥിരീകരിച്ചത്. മ്ലാവിനോട് അടുത്തിടപഴകിയ മുഴുവൻ ജീവനക്കാർക്കും പ്രതിരോധ കുത്തിവയ്പ് നൽകി. ആലപ്പുഴ മാന്നാറിൽ വളർത്തുനായുടെ കടിയേറ്റ് വീട്ടമ്മയ്ക്ക് പരിക്ക്. മാന്നാർ പഞ്ചായത്ത് മെച്ചാട്ട് സ്വദേശി ഷൈമ സുഭാഷിനാണ് നായയുടെ കടിയേറ്റത്. സംഭവവുമായി ബന്ധപ്പെട്ട് നായയെ വളർത്തുന്ന അയൽവാസിയായ സ്ത്രീയുടെ പേരിൽ മാന്നാർ പോലീസിൽ പരാതി നൽകി. മലപ്പുറം കരുവാരക്കുണ്ടിൽ കടുവയുടെ സാന്നിധ്യം. കരുവാരക്കുണ്ടിലെ കേരള എസ്റ്റേറ്റിലാണ് കടുവയെ കണ്ടത്. റബ്ബർ തോട്ടത്തിലെ ടാപ്പിംഗ് തൊഴിലാളികളാണ് കടുവയെ ആദ്യം കണ്ടത്. തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും RRT സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പരിശോധനയിൽ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. മൂന്നാറിൽ പരിക്കേറ്റ ഒറ്റക്കൊമ്പനെ വെറ്റിനറി സർജൻമാരുടെ സംഘം പരിശോധിച്ചു. ആനയുടെ പരിക്ക് ഗുരുതരമല്ല. കാലിലെ മുറിവുടങ്ങി തുടങ്ങി നടക്കുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനും ബുദ്ധിമുട്ടുകളില്ല. ആന കല്ലാർ മേഖലയിൽ തന്നെ ദീർഘദൂരം സഞ്ചരിച്ചു. ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും വെറ്റിനറി സർജൻമാർ ആനയെ പരിശോധിക്കും. എറണാകുളം ചെങ്ങമനാട് കഞ്ചാവ് വിൽപ്പന നടത്തുന്ന 3-അംഗ സംഘം പിടിയിൽ. യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഇടയിൽ കഞ്ചാവ് വിൽപ്പന നടത്തുന്ന സംഘമാണ് പിടിയിലായത്. 1.25 കിലോഗ്രാമോളം കഞ്ചാവുമായി പശ്ചിമ ബംഗാൾ മുർഷിദാബാദ് സ്വദേശികളാണ് പോലീസ് പിടികൂടിയത്. വീട്ടിൽ നിരന്തരം ആളുകൾ വന്നു പോകുന്നത് കണ്ട് വീട്ടുടമസ്ഥൻ സംശയം തോന്നി പോലീസിനെ അറിയിച്ചതിനെ തുടർന്ന് ഇവർ നിരീക്ഷണത്തിലായിരുന്നു. കോഴിക്കോട് പേരാമ്പ്രയിൽ വിൽപ്പനക്കായി സൂക്ഷിച്ച കഞ്ചാവുമായി യുവാവ് പിടിയിൽ. എരവട്ടൂർ കാനാൽമുക്ക് സ്വദേശി മുഹമ്മദ് ഷമീമാണ് പിടിയിലായത്. യുവാക്കൾക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കും ഇടയിലാണ് കഞ്ചാവ് വിതരണം. ബിരിയാണി മസാല പാക്കിങ്സിന്റെ മറവിലാണ് വിൽപ്പന. ഇയാളിൽ നിന്ന് 87.17 ഗ്രാം കഞ്ചാവ് പോലീസ് കണ്ടെടുത്തു. കാസർഗോഡ് ബേക്കലിൽ വൻ മയക്കുമരുന്ന് വേട്ട. 20 ഗ്രാം MDMA-യുമായി കുതിരക്കോട് സ്വദേശി നിസാം KA ബേക്കൽ പോലീസിന്റെ പിടിയിലായി. വാഹന പരിശോധന നടത്തുന്നതിനിടെ പോലീസിനെ കണ്ട് സ്കൂട്ടർ ഉപേക്ഷിച്ച് കടന്നു കളയാൻ ശ്രമിച്ച ഇയാളെ പിടികൂടി പരിശോധിച്ചപ്പോഴാണ് MDMA കണ്ടെത്തിയത്. തൃശൂർ കൊടുങ്ങല്ലൂർ നഗരസഭയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നായ്ക്കൾക്ക് പേവിഷബാധയ്ക്കെതിരെയുള്ള കുത്തിവയ്പ് ആരംഭിച്ചു. ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ചുറ്റുമതിലിനകത്തുള്ള നായ്ക്കളെ പിടികൂടി കുത്തിവെച്ച് പദ്ധതിക്ക് തുടക്കം കുറിച്ചു. കൊടുങ്ങല്ലൂർ വെറ്റിനറി പോളി ക്ലിനിക്കുമായി ചേർന്ന് എല്ലാ വാർഡുകളിലുമായി ആദ്യഘട്ടത്തിൽ 500 നായ്ക്കൾക്കാണ് കുത്തിവയ്പ് നടത്തുന്നത്. നായ്ക്കളെ പിടികൂടുന്നതിന് പ്രത്യേക പരിശീലനം നേടിയവരും വെറ്റിനറി വകുപ്പിലെ വിദഗ്ധരും സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. തൃശൂർ കടങ്ങോട് ബദർപ്പടിയിൽ ബസ്സിനെ മറികടക്കുന്നതിനിടയിൽ കാർ ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രക്കാരായ യുവാക്കൾക്ക് പരിക്കേറ്റു. തൃപ്പല്ലൂർ സ്വദേശികളായ ജിജിൻ, വൈശാഖ് എന്നിവർക്കാണ് പരിക്കേറ്റത്. തിങ്കളാഴ്ച വൈകിട്ടാണ് ഖാദർപ്പടി സെന്ററിൽ വെച്ച് അപകടമുണ്ടായത്. ബസ്സിനെ മറികടക്കുകയായിരുന്ന കാർ ബൈക്കിലിടിക്കുകയായിരുന്നു. പരിക്കേറ്റ 2 പേരെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
മലപ്പുറം ചേകന്നൂരിൽ കഞ്ചാവ് ലഹരിയിൽ റോഡിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച യുവാക്കളെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറി. കഴിഞ്ഞ ദിവസം പൂരത്തിന് പങ്കെടുക്കാനെത്തിയ യുവാക്കൾ തമ്മിൽ വാക്കുതർക്കവും കയ്യാങ്കളിയും ഉണ്ടായിരുന്നു. ഇവരെ നാട്ടുകാർ ഇടപെട്ട് പിടിച്ചു മാറ്റുകയായിരുന്നു. എന്നാൽ പിന്നീട് വെട്ടുകത്തിയുമായി എത്തിയ ഒരു യുവാവ് പ്രദേശത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നു. തുടർന്ന് നാട്ടുകാർ ഇടപെട്ട് യുവാക്കളെ പൊന്നാനി പോലീസിന് കൈമാറി. തിരുവനന്തപുരം വെള്ളനാട് പെട്രോൾ പമ്പിലെത്തിയ യുവാവിനും ബന്ധുവിനും 3 അംഗത്തിനുമെതിരെ 3 സംഘത്തിന്റെ ക്രൂരമർദ്ദനം. ഉറിയാക്കോട് സ്വദേശി നിധിൻ, ബന്ധു ഗോകുൽ എന്നിവർക്കാണ് ബൈക്കിലെത്തിയ സംഘത്തിന്റെ മർദ്ദനമേറ്റത്. സംഭവത്തിൽ വെള്ളനാട് സ്വദേശികളായ മനു, രാഹുൽ, ശ്രീകുമാർ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. നിധിന്റെ ബന്ധുവായ രാഹുലുമായി പ്രതികൾക്കുള്ള മുൻവൈരാഗ്യത്തെ തുടർന്നാണ് മർദ്ദനം. എന്ന മുദ്രാവാക്യം ഉയർത്തിയ പ്രചാരണ പരിപാടി സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞയും ദീപം തെളിയിക്കലും നടത്തി. അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറും വിമുക്തി പദ്ധതി ജില്ലാ മാനേജറുമായ PK സതീഷ് ലഹരി ബോധവൽക്കരണ സന്ദേശം നൽകി. തൃശൂരിൽ വെങ്കിടങ്ങ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗിന്റെ 77ാമത് സ്ഥാപക ദിനം ആഘോഷിച്ചു. വെങ്കിടങ്ങ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് PM മുഹ്സിൻ മാസ്റ്റർ, ജനറൽ സെക്രട്ടറി MK ഹബീബ് എന്നിവർ ചേർന്ന് പതാക ഉയർത്തി. മലപ്പുറം വളാഞ്ചേരിയിൽ അങ്കണവാടികൾക്ക് മിക്സി വിതരണം ചെയ്തു. നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മിക്സി വിതരണം ചെയ്തത്. വിതരണോദ്ഘാടനം നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്കൽ നിർവഹിച്ചു. മലപ്പുറം വള്ളിക്കാവ് മഹാക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവവും പൊങ്കാലയും നടന്നു. ഭക്തജനങ്ങളുടെ നിറസാന്നിധ്യത്തിൽ നടന്ന പൂജകൾക്ക് തന്ത്രി കാലടി പടിഞ്ഞാറേടത്ത് മനക്കൽ ശങ്കരനുടി നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ജമ്മു കാശ്മീരിലെ ഗുൽമാർഗിൽ റംസാൻ മാസത്തിൽ ഫാഷൻ ഷോ സംഘടിപ്പിച്ചതിനെതിരെ പ്രതിഷേധം. സംഭവത്തിൽ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള റിപ്പോർട്ട് തേടി. പ്രാദേശിക സാഹചര്യം പരിഗണിക്കാതെയുള്ള നടപടിക്കെതിരെ റിപ്പോർട്ട് ലഭിച്ചയുടൻ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ടൂറിസത്തിന്റെ പേരിൽ അശ്ലീലം അനുവദിക്കില്ലെന്ന് ഹുറിയത്ത് കോൺഗ്രസ് നേതാവ് മീർവൈസ് ഉമർ ഫാറൂഖ് പ്രതികരിച്ചു. ആലപ്പുഴ ചെങ്ങന്നൂരിൽ പൊതുവഴിയിൽ അനധികൃത മാലിന്യം തള്ളി മാലിന്യം നിക്ഷേപിച്ചത് പ്രദേശവാസിയായ കടക്കാരൻ. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് 5000 രൂപ പിഴയൊടുക്കി. മലപ്പുറത്ത് കേരള പോലീസിന്റെ നേതൃത്വത്തിൽ ജ്വാല 3.0 എന്ന പേരിൽ വനിതാ സ്വയം രക്ഷാ പരിശീലനം സംഘടിപ്പിച്ചു. മലപ്പുറം MSP കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി ജില്ലാ പോലീസ് മേധാവി R വിശ്വനാഥ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ചിറ്റാട്ടുകരയിൽ ഇനി ഞാൻ ഒഴുകട്ടെ പദ്ധതിയുടെ ഭാഗമായി വാഗ കോലാരിത്തോട് സംരക്ഷണത്തിന്റെ 2ാം ഘട്ടം ആരംഭിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. 585 മീറ്റർ നീളത്തിൽ കരിങ്കൽ, സിമന്റ്, ഭീം എന്നിവ ഉപയോഗിച്ചാണ് തോടിന്റെ ഭിത്തി കെട്ടി സംരക്ഷിക്കുന്നത്. നഗര സഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 85 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി നീക്കിവെച്ചിട്ടുള്ളത്. മെയ് മാസത്തോടെ നിർമ്മാണം പൂർത്തീകരിക്കും. കുട്ടനാട്ടിലെ നെല്ല് സംഭരണം സുഗമമാക്കാൻ മില്ലുടമകളുമായി സർക്കാർ ചർച്ച ആരംഭിക്കണമെന്ന് ആലപ്പുഴ DCC വൈസ് പ്രസിഡന്റ് സജി ജോസഫ്. കുട്ടനാട്ടിലെ പല പാടശേഖരങ്ങളിലും ഈർപ്പത്തിന്റെ പേരിൽ നെല്ല് സംഭരിക്കാൻ മില്ല് ഏജന്റുമാർ നിസ്സഹകരിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ഉടൻ ചർച്ച നടത്തണം. കർഷകരെ സംരക്ഷിക്കുന്ന നിലപാട് ഈ ചർച്ചകളിൽ സർക്കാർ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കൈനക്കരി മണ്ഡലം 6ാം വാർഡ് കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരം മാനാട് മൂഴി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം ആരംഭിച്ചു. ഉമ്മൻചാണ്ടി സർക്കാർ നടപ്പിലാക്കിയ നന്ദിയോട് ആനാട് പഞ്ചായത്തിലെ കുടിവെള്ള പദ്ധതി LDFും ഗവൺമെന്റും സ്ഥലം MLAമാരും അട്ടിമറിച്ചു എന്ന് ആരോപിച്ചാണ് സമരം. പഞ്ചായത്തിലെ അഴിമതി അന്വേഷിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. KPCC നിർവാഹക സമിതി അംഗം കരകുളം കൃഷ്ണപിള്ള സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കൊല്ലം അഞ്ചൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഓഫീസിന് മുന്നിൽ ഒറ്റയാൾ സമരം നടത്തി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് ചെയർമാൻ തൊയ്ത്തല മോഹനൻ. ഹോമിയോ ആശുപത്രി ഫാർമസിസ്റ്റിനെ നിയമിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം. ആശുപത്രിയിൽ ഫാർമസിസ്റ്റ് നിയമനം നടത്താൻ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാകുന്നില്ലെന്നാണ് മോഹനന്റെ പരാതി. മലപ്പുറം എടയൂരിൽ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ എടയൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഉപരോധിച്ചു.
പഴയ ചന്തയിൽ പ്രവർത്തിക്കുന്ന അനധികൃത കോഴി മാലിന്യ സംസ്കരണ പ്ലാന്റ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഉപരോധം. അശാസ്ത്രീയമായ പ്ലാന്റിന്റെ പ്രവർത്തനം കാരണം പ്രദേശത്തെ 150ഓളം കുടുംബങ്ങൾ ദുർഗന്ധവും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളും നേരിടുകയാണ്. തൃശൂർ വടക്കാഞ്ചേരിയിൽ ആശാവർക്കർമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും മുഴുവൻ സ്കിൽഡ് തൊഴിലാളികളുടെ ജോലി സ്ഥിരത ഉറപ്പുവരുത്തുന്നതിനും മുഖ്യമന്ത്രി മുൻകൈയെടുക്കണമെന്ന് INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് KN നാരായണൻ. വടക്കാഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് മുൻപിൽ നടന്ന ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൊല്ലം മയ്യനാട് മണ്ഡലം കോൺഗ്രസും യൂത്ത് കോൺഗ്രസും സംയുക്തമായി കുട്ടിക്കട സഹകരണ ബാങ്കിന് മുൻപിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. അഴിമതി നടത്തി പാവങ്ങളുടെ പണം തട്ടിയ ആളുകളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. DCC ജനറൽ സെക്രട്ടറി RS അബിൻ ഉദ്ഘാടനം ചെയ്തു. റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ആലപ്പുഴ ജില്ലയിൽ ജനകീയ കവചം എന്ന പേരിൽ DYFI ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. വേണ്ട ലഹരിയും ഹിംസയും എന്ന മുദ്രാവാക്യമുയർത്തി വർദ്ധിച്ചു വരുന്ന വയലൻസിനും സിന്തറ്റിക് രാസലഹരി വ്യാപനത്തിനുമെതിരെ യുവതയുടെ പ്രതിരോധം കൂടുതൽ ശക്തമാക്കുവാനാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. മലപ്പുറം വളാഞ്ചേരിയിൽ ലഹരി മയക്കുമരുന്ന് ഉപയോഗങ്ങൾക്കെതിരെ ജാഗ്രതാ സമിതി രൂപീകരിച്ചു. അന്യസംസ്ഥാനങ്ങളിലെ ലഹരി വിൽപ്പനക്കാർക്കും ഉപയോഗക്കാർക്കും മുന്നറിയിപ്പ് നൽകാൻ വിവിധ ഭാഷകളിൽ ബോർഡുകൾ സ്ഥാപിക്കാനും പരിസര പ്രദേശങ്ങളിൽ മറ്റും പ്രാദേശിക ജാഗ്രതാ സമിതികൾ രൂപീകരിക്കാനും സമിതിയിൽ തീരുമാനം. തൃശൂരിൽ മഹാത്മാഗാന്ധി ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷരായതിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് കോൺഗ്രസ് വാർഡ് സമ്മേളനവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു. അന്നക്കര വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടി സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലയിൽ മരക്കുടി 9ാം വാർഡിൽ നിർമ്മിക്കുന്ന 138ാം നമ്പർ അങ്കണവാടിയുടെ കട്ടിളവയ്പ് ചടങ്ങുകൾ നടന്നു. അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു. വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന അങ്കണവാടിക്ക് കെട്ടിടം പണിയാനായി 3 സെന്റ് സ്ഥലം 5.20 ലക്ഷം തുക ജനകീയ പങ്കാളിത്തത്തോടെ സമാഹരിക്കുകയായി. തൃശൂരിൽ അരിമ്പൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വനിതാ കലോത്സവം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നൃത്തവും പാട്ടുമടക്കം 30 ഇനങ്ങളിലായി 62 പേർ പങ്കെടുത്തു. ആലപ്പുഴ നഗരസഭ ഓഫീസ് പുതിയ ശതാബ്ദി സ്മാരക മന്ദിരത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ പൂന്തോപ്പ് വാർഡ് സ്വദേശി ജെയിംസ് നാലുകണ്ടത്തിന്റെ കെട്ടിട നികുതി രസീറ്റ് നൽകി പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭയുടെ മുഴുവൻ പ്രവർത്തനങ്ങളും പുതിയ മന്ദിരത്തിലേക്ക് മാറ്റി. കോഴിക്കോട് ജില്ലാ സ്പോർട്സ് കൗൺസിൽ കുറഞ്ഞ നിരക്കിൽ 11 കായിക ഇനങ്ങളിൽ വിദ്യാർത്ഥികൾക്കായി വേനൽക്കാല ക്യാമ്പ് നടത്തുന്നു. 5 മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ക്യാമ്പിൽ പങ്കെടുക്കാം. ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് സമ്മർ ക്യാമ്പ്. ജില്ലയിൽ 7 കേന്ദ്രങ്ങളിലായാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. റീജിയണൽ ക്യാൻസർ സെന്റർ അഡ്വാൻസ് മൈക്രോബയോളജി ട്രെയിനിംഗ് പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. മാർച്ച് 20 വൈകിട്ട് 4 വരെ അപേക്ഷ സ്വീകരിക്കും. തിരുവനന്തപുരം നെടുമങ്ങാട് നഗരസഭയുടെ പ്രധാന വീഥികളിൽ സോളാർ ലൈറ്റുകൾ സ്ഥാപിച്ചു. സോളാർ ലൈറ്റുകളുടെ ഉദ്ഘാടനം മന്ത്രി GR അനിൽ നിർവഹിച്ചു. സോളാർ എനർജി കൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന ഓട്ടോമാറ്റിക് ലൈറ്റുകളാണ് നെടുമങ്ങാട് നഗരത്തിന്റെ വിവിധ വീടുകളിലും 39 വാർഡിലെ പ്രധാന ജംഗ്ഷനിലും ലൈറ്റുകൾ സ്ഥാപിക്കും. നെടുമങ്ങാട് നഗരസഭയും സ്റ്റാർ കൊമേഴ്ഷ്യൽ ഇന്നവേഴ്സ് കമ്പനിയുമായി ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. US-ലെ കൊളംബിയ സർവകലാശാലയിൽ പലസ്തീൻ അനുകൂല പ്രക്ഷോഭത്തിന് ചുക്കാൻ പിടിച്ച വിദ്യാർത്ഥിയെ അറസ്റ്റ് ചെയ്തു. മഹ്ദൂദ് ഖലീലിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭത്തെ ഇല്ലാതാക്കുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിന്റെ ചുവട് പിടിച്ചായിരുന്നു ഇമിഗ്രേഷൻ വിഭാഗത്തിന്റെ പരിശോധനയും അറസ്റ്റും. മോഹൻ രാജ സംവിധാനം ചെയ്ത രവി മോഹൻ നായകനായ ചിത്രം M. കുമരൻ സൺ ഓഫ് മഹാലക്ഷ്മി പുനഃപ്രദർശനത്തിനെത്തുന്നു. മാർച്ച് 14 പുനഃപ്രദർശനം ഉണ്ടാകുമെന്ന് അണിയർ പ്രവർത്തകർ അറിയിച്ചു. ബോക്സിംഗിന്റെ പശ്ചാത്തലത്തിൽ അണിയിച്ചൊരുക്കിയ ചിത്രത്തിന് അന്ന് വൻ സ്വീകരണമാണ് ലഭിച്ചത്. രാജമൗലി ചിത്രം SSMB
29 ചിത്രീകരണത്തിനിടെ ലൊക്കേഷൻ വീഡിയോ ചോർന്നു. കഴിഞ്ഞ ദിവസമാണ് സിനിമയുടെ സെറ്റിൽ നിന്നുള്ള ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചത്. മഹേഷ് ബാബുവാണ് ദൃശ്യത്തിലെ ഒരാൾ. ഇദ്ദേഹം വീൽ ചെയറിലിരിക്കുന്ന ഒരാൾക്ക് അഭിമുഖമായാണ് നിൽക്കുന്നത്. ഇതാണ് പൃഥ്വിരാജ് ആണെന്ന സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചകൾ. വിവിധ അക്കൗണ്ടുകളിലൂടെ എക്സിൽ പ്രത്യക്ഷപ്പെട്ട വീഡിയോ സിനിമയുടെ അണിയർ പ്രവർത്തകർ ഇടപെട്ട് നീക്കം ചെയ്തു. വിഷ്ണു ശശിശങ്കർ സംവിധാനം ചെയ്ത ചിത്രമായ സുമതി വളവിന്റെ ഷൂട്ടിംഗ് പൂർത്തിയായി. ചിത്രം മെയ് 8 തിയേറ്ററുകളിലെത്തുമെന്ന് നിർമ്മാതാക്കൾ അറിയിച്ചു. ലൊക്കേഷനിൽ നിന്നുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് സിനിമയുടെ തിരക്കഥാകൃത്തായ അഭിലാഷ് പിള്ളയാണ് കാര്യം അറിയിച്ചത്. ജോഷി വള്ളിത്തല സംവിധാനം ചെയ്ത ചിത്രം തിരുത്ത് മാർച്ച് 21 തിയേറ്ററുകളിലെത്തും. ജോഷി തന്നെ കഥ, തിരക്കഥ, സംഭാഷണം നിർവഹിച്ച ചിത്രം ഗ്രാമീണ നന്മയുടെ കുടുംബ കഥയാണ് പറയുന്നത്. AMK പ്രൊഡക്ഷന്റെ ബാനറിൽ ശ്രീരേഖാനിലാണ് ചിത്രം നിർമ്മിക്കുന്നത്. നാട്യധർമ്മി ക്രിയേഷൻസിന്റെ ബാനറിൽ AK കുഞ്ഞിരാമ പണിക്കർ കഥ, തിരക്കഥ, സംഭാഷണം എഴുതി സംവിധാനം ചെയ്യുന്ന ഹത്തനെ ഉദയ ഏപ്രിൽ 18 പ്രദർശനത്തിലെത്തും. കാസർഗോഡ് തൃക്കരിപ്പൂരിലെ നാടക കലാകാരന്മാർക്ക് പ്രാധാന്യം നൽകിയാണ് ചിത്രം ഒരുക്കുന്നത്. അതിവേഗ വാർത്തകൾ പൂർണ്ണമാണ്.